പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നണ വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്കാൻ സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങയുടെ കയ്യിൽ, പാവപ്പെട്ടവനായിട്ടാ, അങ്ങയുടെ കയ്യിൽ കുറേ ആധാരങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം ജപ്തിയായിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തോ സംസാരിക്കാനൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ അയാളെ പക്ഷേ സംസാരിച്ച് കേട്ടപ്പോൾ ഞാൻ അത്ര എനിക്ക് ഒരു ഹാപ്പി അല്ലായിരുന്നു. ഞാൻ പുള്ളി പറഞ്ഞ ഇതാണ്, എന്നോട് ചോദിച്ചതെന്ന്, അച്ഛാ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇൻക്ലിനേഷൻ, ഈ മനുഷ്യനെ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്തോ ചോദിച്ച പോലെ തോന്നിയ കാരണം റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ആ കുറവ് ഉൾപ്പെടെ ഇങ്ങനെ ഓരോ കുറവുകളും എടുത്ത് ഇപ്പം നമ്മൾ ഹിറ്റൊന്നും സാധനമില്ലേ, ഹിറ്റ് അത് ഈ പാറ്റയിലേക്ക് അടിക്കണ സാധനമില്ലേ, അപ്പം ഇങ്ങനെ കൊമ്പും കോലൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ അത് അടിക്കുമ്പോൾ പാറ്റയും ചാകും, അതിൻ്റെ അടി പല്ലി ഉണ്ടെങ്കിൽ പല്ലിയും ചാകും. വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകും.
അപ്പോൾ പല്ലിക്കൊരെണ്ണം ഒരു ഹിറ്റ് പോലെ ഒരു സ്പ്രേ, പാറ്റയ്ക്ക് വേറെ സ്പ്രേ, പഴുതാരയ്ക്ക് വേറെ സ്പ്രേ, അങ്ങനെയൊന്നുമില്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനെയും ഞാൻ പറഞ്ഞു നിങ്ങൾ വൃത്തിമേനായിട്ട് ഉടമ്പടി ഒന്ന് ചെയ്യും. അപ്പോൾ എന്തിനും കുറവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിഹരിക്കും. അല്ല ഓരോ സാധനത്തിനും ഓരോ കുറവിന് ഓരോ സൊല്യൂഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. നമ്മൾ ദൈവതിരുസന്നിധിയിൽ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്യാൻ അല്ലേ? അപ്പം തന്നെ നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അത് അതർ പേഴ്സൺ ആരാണ്? ദൈവമാണ്. ഇപ്പോൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റാണ് ചെയ്യണത്. അല്ല നമ്മളിങ്ങനെ ദൈവത്തോട് തിരുസന്നിധിയിൽ കൂദാശകൾ ഒന്നും എഗ്രിമെൻ്റ് അല്ല. അത് നമ്മുടെ വ്രതം നമ്മൾ എടുക്കണതാണ്. ഇപ്പോൾ അനുസരണം എന്ന വ്രതം അത് നമ്മൾ എടുക്കണത്. അത് നമ്മൾ ഏകപക്ഷീയമായിട്ട് ആ വ്രതം എടുക്കുകയാണ് നമ്മൾ. വി ടേക്ക് ദാറ്റ് വൗസ്. ഉടമ്പടി എന്ന് പറഞ്ഞൊരു വൗസ് എടുക്കലല്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അതായത് ചില അച്ഛന്മാരോടൊക്കെ നമ്മൾ പറയും, അച്ഛന് ജോസഫിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛന്മാരാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉടമ്പടിയൊന്നും അല്ല. അപ്പോൾ നമ്മളൊക്കെ ഉടമ്പടിയിലല്ല അച്ഛാ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു അത് നമ്മൾ അങ്ങോട്ട് എടുത്തതല്ലേ ഉടമ്പടി. അതിന് വൗസെന്നാണ് പറയണത്, വ്രതം, അനുസരണ എന്ന വ്രതം. ഈ ബൈബിളിലെ ഉടമ്പടി എന്ന് പറയുന്നത് കൃപാസനം നടക്കുന്നത് മരിയൻ ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ അത് ബൈലാറ്ററാണ്. വെച്ചാൽ അതായത് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങൾ എവിടെ ഉള്ളത്? അതിലെല്ലാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഉടമ്പടി ജനത, ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ്. ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ് ഉടമ്പടി ജീവിതം വരണത്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അതിൻ്റെ ഫോർമേഷനിലെ കൾമിനേഷനാണ് ക്രൈസ്റ്റ് എന്ന് പറയണത്. അപ്പം നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യണം. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് ദൈവം ഇങ്ങോട്ട് തരുന്ന വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ ഇത് ബൈലാറ്ററാണ്, ഉഭയകക്ഷിയാണ്. ദൈവം ഒരു കക്ഷിയാണ് അതിൻ്റെ അകത്ത്. അപ്പം തന്നെ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും? അയ്യോ ദൈവമായിട്ടാണല്ലോ നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ വരാൻ പോണത്. ഇപ്പം ഞാനും എബ്രഹാത്തെ പോലെ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിരിക്കണം. അപ്പം അതിൻ്റെ ആദ്യ പടി തന്നെ എന്താണ്? വിശുദ്ധീകരണമാണ്. ഉടമ്പടിയുടെ ആദ്യ പടി. വിശുദ്ധീകരിക്കാത്ത ആർക്കും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി ഉടമ്പടിയെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി സ്വയമായിട്ട് അപ്പം തന്നെ ആരും പറയാതെ, ഞങ്ങളാരും ഉപദേശിക്കാതെയും നിർദ്ദേശിക്കാതെയും ആ വ്യക്തി സത്യസന്ധമായിട്ട് തന്നെ സുവിശേഷ വിഹിതമായിട്ട് ദൈവതിരുസന്നിധിയിൽ ഒരു കോമ്പറ്റൻ്റ് പാർട്ട്ണറാകും. ഉത്തരവാദിത്വമുള്ള ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് അവർ തന്നെ പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ചും ഒരുങ്ങിയായിരിക്കും വരണത്. അങ്ങനെ വരണ ആയിരങ്ങളുണ്ട് കൃപാസനത്തിലോട്ട്. ചുമ്മാ വായി നോക്കി വണ്ടിയൊക്കെ ആയിരുന്നുണ്ട് ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് കൂടെ വന്ന് അതെവിടെയും കുത്തിയിരുന്നിട്ടും എഴുതിയിടുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള അവതാരങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി. ഇപ്പോൾ ഈ വ്യക്തി എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് വല്ല കുറവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഉടമ്പടി വെടിപ്പായിട്ടൊരു മനുഷ്യൻ ഒരു ഈക്വലൻ്റ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ പാർട്ട്ണർ, യോജിച്ച പങ്കാളിയായിട്ട് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കൃപാസനത്തിൽ വരണമെങ്കിൽ തന്നെ ദൈവം പാലിക്കാൻ തുടങ്ങും. എന്താ കാര്യം? നമ്മൾ പാലിക്കുമെന്നുള്ളതും ഉടമ്പടിയുടെ വൃത്തിയും മെനയുമുള്ള ഈക്വൽ പാർട്ട്ണർ ആകുമെന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങും. അതുകൊണ്ട് പല ആൾക്കാരും ഉടമ്പടി അപ്പോൾ ഈ മനുഷ്യൻ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചതെന്നറിയാമോ? നിങ്ങളാദ്യം ഉടമ്പടി എടുക്കണത് എന്തിനാണ്? യേശുക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്താക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ എന്തിനാണ് നമ്മൾ പക്ഷത്താക്കണത്? ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളല്ലേ? അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്
ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു, ഞങ്ങൾ യേശു പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ എന്താ എന്നോട് ചോദിക്കണത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുക്കണത് തന്നെ എന്തിനാണ്? അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ തന്നെ കുറവെല്ലാം മാറും. എന്താ കാര്യം, നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു ഈക്വൽ പാർട്ണറായിട്ടും ഇക്വലൻ്റ് അതിന് തക്ക ഒരു പങ്കാളിയായിട്ടും നമ്മളെ തന്നെ വിശദീകരിക്കുമല്ലോ. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ പക്ഷത്താക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്രിസ്തുവിനെ പക്ഷത്താക്കാൻ കാരണം എന്താണ്? ഈ ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടിയാൽ നമുക്ക് സകല വാഗ്ദാനങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് എല്ലാം ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ 6 കാര്യങ്ങൾ ഉടമ്പടി പറയണമെങ്കിലും ഒരു 60,000 കാര്യങ്ങളും യേശുക്രിസ്തു. അതാണ് ഇനി നമുക്കെതിരെ വരാൻ പോകുന്ന ശത്രുത പോലും, അല്ലെങ്കിൽ പലതരം പൈശാചിക പീഡകൾ പോലും, എന്താണ് മനുഷ്യൻ പേടിക്കണ എല്ലാ കാര്യങ്ങളും അതല്ലേ ബൈബിൾ ചോദിക്കണത്. ഈ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താണെങ്കിൽ റോമ 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പം നമുക്ക് അവരെതിരാണ് ഇവരെതിരാണ്, സാത്താൻ്റെ പ്രവർത്തനമാണ്, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നൊന്നുമല്ല പ്രശ്നം. മറിച്ച് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താകും. യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തു അതേ തന്നെ ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ എന്താ ഇത്രയും പറയാൻ കാര്യം, ആ മനുഷ്യൻ്റെ കയ്യിലൊരു തകിട് കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആരോ എന്തോ അദ്ദേഹത്തിന് അതിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറമ്പൊന്നും വിറ്റുപോകാത്തതെന്ന് നമ്മൾ ധരിക്കണത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്താ കൊടുക്കണത്? നിങ്ങൾ യേശുക്രിസ്തുവിനെ പക്ഷത്താക്കൂ, എന്നാൽ പിന്നെ ആരും നമുക്ക് എതിർ നിൽക്കുന്നതന്നെയല്ല, എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമായി പോയിക്കോളും. അപ്പോൾ ഉടമ്പടി യേശുക്രിസ്തുവിനെ പക്ഷത്താക്കുന്ന വലിയ പദ്ധതിയാണ്. യേശുക്രിസ്തു പക്ഷത്തായി കഴിയുമ്പോൾ പിന്നെ എന്താണ്, ആരും നമുക്ക് എതിര് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട താരയിൽ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും കർത്താവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡയാന സേവ്യർ. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ജോലിയുടെ കാര്യം മോൻ പറയും. ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലോട്ട് പോയി. അവിടെ എക്സാം പാസ്സായി ഇൻ്റർവ്യൂ അലോട്ടാവുകയും ചെയ്തു. ഇൻ്റർവ്യൂ അലോട്ടായതിനു ശേഷം ഞാനൊരു ധ്യാനത്തിന് ബുക്ക് ചെയ്യുകയും ആ സെയിം ഡേറ്റാണ് എനിക്ക് ഇൻ്റർവ്യൂ വരികയും ചെയ്തത്. അതിനാൽ എനിക്ക് ഇൻ്റർവ്യൂ മിസ്സായി. അതിനുശേഷം ഒരു 1.5 വർഷം ഞാൻ ഇരിക്കുകയും എന്തോ ആത്മീയമായി മിസ്സായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഉടമ്പടി വന്ന് ഞാൻ പുതുക്കി. ഒട്ടും വൈകാതെ തന്നെ എനിക്ക് റിജക്റ്റായ കമ്പനിയിൽ നിന്ന് എന്നെ വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ പോയപ്പോൾ എന്നോട് പെരുമാറിയ പോലെ ആയിരുന്നില്ല അവിടെയുള്ള സ്റ്റാഫുകളും ഓഫീഷ്യൽസും എന്നോട് പെരുമാറിയത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. കയറുന്നതിന് മുൻപായി തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും വിശ്വാസ പ്രമാണം തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇനിയും മാതാവിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ മകൾ CMA പാസ്സായതും എൻ്റെ മകളുടെ വിവാഹം നടന്നതും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഉടമ്പടി എടുത്ത ഒരു മകനെ തന്നെ എനിക്ക് വേണം, ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ഒരു മകനെ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടന്നു. വിചാരിക്കാതെ ഒരാഴ്ച കൊണ്ടാണ് അത് നടന്നത്. എല്ലാം ഭംഗിയായിട്ട് മാതാവ് ചെയ്തു തന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വളരുവാൻ സാധിച്ചു. ഇനിയും തുടർന്നും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ അമ്മയിൽ വിശ്വസിച്ച് ഞങ്ങൾ ജീവിക്കും. ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുണ്ടാക്കി വഴിയരിയിലുള്ളവർക്ക് കൊടുക്കാറുണ്ട്.
പിന്നെ പത്രം വാങ്ങിച്ച് റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. കഴിയുന്നവരോടും മാതാവ് ചെയ്ത അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് ഞങ്ങളിലും ഇവിടെ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാനയിൽ എല്ലാ ദിവസവും ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സഹായിച്ചത് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷമാണ്. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരം, കൊന്ത, ബൈബിൾ വായന എല്ലാം മുടങ്ങാണ്ട് ചെയ്യാറുണ്ട്. എല്ലാം തന്ന മാതാവിനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. മുന്നോട്ട് ഉള്ള ജീവിതം ഞങ്ങളെ മാതാവിൻ്റെ കൈപിടിച്ച് നടത്താനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14. ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ ദൈവം രക്ഷിക്കും. ഇവിടെ ഈശോയുടെയും അമ്മയുടെയും വലിയ ഒരു ഇടപെടലും വലിയ ഒരു കൃപയുമാണെന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാലെ ഈ ജോലി മെർച്ചൻ്റ് നേവിയിൽ 5th എഞ്ചിനീയർ ജോലിയാണ് കിട്ടിയത്. അത് എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. ഈ മകൻ പറയുന്ന സാക്ഷ്യത്തിൽ അവിടെയും സ്പിരിച്വൽ ലൈഫ് സെലക്ട് ചെയ്യുകയാണ്. കാരണം ധ്യാനം വരികയും ഇൻ്റർവ്യൂ ഡേറ്റും ഒരേ ദിവസമാവുകയും, പക്ഷേ ഈ മകൻ ധ്യാനത്തിന് പോകാനായിട്ട് തയ്യാറാവുകയും പിന്നീട് റിജക്റ്റ് സമയത്ത് സങ്കടപ്പെടുകയും, പക്ഷെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഈശോ തിരിച്ചു നൽകുകയാണ് ചെയ്തത്. ഈശോയുടെ മമ്മയുടെയും കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സെലക്ഷൻ, നമ്മുടെ ചോയ്സാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ആ സെലക്ഷൻ, എന്ത് സെലക്ട് ചെയ്യണം, ഞാൻ ഇൻ്റർവ്യൂവിന് പോകണോ അതോ ധ്യാനത്തിന് പോകണോ. ഇൻ്റർവ്യൂവിന് പോകാതെ ധ്യാനത്തിന് പോയപ്പോൾ 2 കമ്പനിയിൽ മിസ്സായി. അവിടെയും ഈശോയും അമ്മയും കൂടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു സങ്കടപ്പെട്ട നിമിഷം വന്നെങ്കിലും ആ മകനെ ഈശോയുടെ മമ്മയോടും ചേർന്ന് നിൽക്കുന്നതിനാൽ, സങ്കീർത്തനം പറഞ്ഞതുപോലെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. റിജക്റ്റായ കമ്പനിയിൽ തിരിച്ചു വിളിക്കണമെങ്കിൽ ഈശോയുടെ മമ്മയോട് മുട്ടി നിന്നതിനാലും ഈശോയുടെ ഒരു രക്ഷയാണ് അവിടെ ഈ മകന് അനുഭവിക്കാൻ സാധിച്ചത്. ദൈവം അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. ഈ മകനെ ജിത്തിനെ ഈശോയും അമ്മയും കൂടെ സംരക്ഷിക്കുകയായിരുന്നു. റിജക്റ്റായ ഒരു കമ്പനിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് ജോലി കിട്ടി ഒരു നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഈശോയുടെ മമ്മയുടെ ഒട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ മമ്മയുടെയും കരങ്ങൾ നമ്മൾ സ്പർശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നിരാശകളിൽ, ഭയങ്ങളിൽ വിശ്വാസവും, സംശയങ്ങളിൽ ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുകയും, അപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം എന്നെ രക്ഷിക്കും, എന്നെ ഉയർത്തും, എന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം പോലെ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന് പറയുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിലും ഫലമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മമ്മയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയാന സേവ്യറിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെ ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഡ്ലൻ വർഗീസ്, വീട് ട്രിവാൻഡ്രത്താണ്. ഇതെൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷിയാണ്. 2022 ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത്. ഞാനൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്തിരിക്കെ പ്രൊമോഷൻ ഒരു സാധ്യത നിരസിക്കപ്പെടുകയും അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ ആഴമായി വിശ്വസിക്കുകയും അതാണ് എൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ നമ്മൾ 3 പേർക്കായിരുന്നു പ്രൊമോഷൻ കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ആ പ്രൊമോഷൻ കിട്ടേണ്ട സമയത്ത് മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയും ചെയ്തു ഡയറക്റ്റായിട്ട് വെളിയിൽ നിന്ന് 3 പേരെ, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പുറത്തുനിന്ന് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ 3 പേരുടെ വേക്കൻസി തള്ളപ്പെടുകയും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് പേപ്പർ പബ്ലിക്കേഷൻ വരികയും ചെയ്തു. അന്നേ സമയം നമ്മളെല്ലാവരും വളരെ ടെൻസ്ഡായി. കാരണം നമുക്കിനി ഒരിക്കലും കിട്ടത്തില്ല, കാരണം നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഇനി ഒരു വേക്കൻസി ക്രിയേറ്റായി വന്നാൽ മാത്രമേ നമുക്ക് 3 പേർക്കും പ്രൊമോഷൻ കിട്ടത്തുള്ളൂ എന്നറിയാൻ സാധിച്ചു. അച്ഛൻ്റെ ഡെയിലി പ്രിൻ്റഡ് എല്ലാ ദിവസവും ഞാൻ കൂടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അച്ഛൻ ഇങ്ങനെ പറയുണ്ടായി, ബൈബിളിൽ പറയുന്നുണ്ട് 3 യുവാക്കളെ തീച്ചുള്ളയിൽ എറിയപ്പെടുകയും അവരോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അവരെ രക്ഷിക്കുകയും ചെയ്തുവെന്ന്.
അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അന്നേ ദിവസം ഞാൻ അവരെല്ലാം കൂട്ടി MDക്ക് ഒരു റിക്വസ്റ്റ് കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ചു. MDക്ക് റിക്വസ്റ്റ് എടുത്തപ്പോൾ MD പറഞ്ഞു, ഞാനിട്ട ഒരു ഓർഡർ ഒരു കാരണവശാലും ഞാൻ മാറ്റത്തില്ല, അതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പം ഈ MDക്ക് ട്രാൻസ്ഫറായി പോവുകയും പുതിയൊരു MD ജോയിൻ ചെയ്യുകയും ചെയ്തു. അന്നേ ദിവസം വീണ്ടും നമ്മൾ പുതിയ റിക്വസ്റ്റായിട്ട് പോവുകയും അതിൽ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് MD കൊണ്ട് റിക്വസ്റ്റ് എടുത്തു. MD പറഞ്ഞു, നമുക്കത് നോക്കാം, സീനിയോറിറ്റി ഒരു കാരണവശാലും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് തരികയും ചെയ്തു. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെയും ബാക്കി HR മാനേജറിനെയും ഇവരെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോഴും MD ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കുറേ കാലതാമസം വരികയും ചെയ്തു. അങ്ങനെ ഡിസംബറിൽ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഇതൊരു വിഷയമായി വയ്ക്കുകയും വീണ്ടും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് ജനുവരി 23 2026 അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ഏതൊരു വിഷയമാണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്തായാലും അതിനൊരു മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ മാർച്ച് 10 അത് ഞാൻ ഡയറിയിൽ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, മാർച്ച് ആദ്യം എന്തായാലും പ്രൊമോഷൻ ഓർഡർ ഇറങ്ങും, ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞ്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല, മാതാവ് തന്ന പ്രൊമോഷനാണെങ്കിൽ അത് മാർച്ച് 10 കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 10 ഓർഡർ ഇറങ്ങിയില്ല. പക്ഷേ മാർച്ച് 11 നമുക്ക് പ്രൊമോഷൻ ഓർഡർ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഡേറ്റ് വന്നിട്ട് മാർച്ച് 10 ഇട്ടാണ് കിട്ടിയത്. മാർച്ച് 11 നമ്മൾ മാനേജറായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സീനിയോറിറ്റിക്കോ വേറെ ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു, മസിൽ സ്പാസം എന്നായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മാത്രമേ ഇത് മാറത്തുള്ളൂ, കാരണം എല്ലാ ദിവസവും ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കത് സ്ഥിരമായി വരുന്നതാണ്. ഡിസ്ക് ബൾജിങ്ങും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മരുന്നെടുക്കാൻ എനിക്കൊരു താല്പര്യമില്ലാത്തത് കൊണ്ടും ഉടമ്പടി തേനും തൈലവും ഉപയോഗിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ നടുവേദന മാറിയിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ വൈഫും അനിയനും രണ്ടുപേരും BEdകാരാണ്. അവർക്ക് കേറ്ററ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം അത് അറ്റൻഡ് ചെയ്ത സമയത്തും അവർ പാസ്സാവുന്നില്ല. 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എപ്പോഴും അവർ തോറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ അതും വിഷയമായിട്ട് വച്ചപ്പോൾ പിന്നെ എഴുതിയ പരീക്ഷയിൽ 2 പേർക്കും 80% മേളിൽ മാർക്ക് കിട്ടി. ദൈവം 2 പേരെയും അനുഗ്രഹിച്ചു. 2 പേർക്കും കേറ്ററ്റ് എക്സാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നാലാമത്തത്, ചേച്ചിയുടെ മകൻ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഉടമ്പടിയിൽ ഞാനൊരു 80% മാർക്ക് എന്ന് വച്ചിട്ട് പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അത്ഭുതത്താൽ 82% മാർക്ക് നൽകി 10ാം ക്ലാസ് നല്ല ഉന്നത വിജയം നൽകി മാതാവ് അവനെ അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളും ഞാൻ മെഡിക്കൽ കോളേജിലും RCCയിലും അകത്തും പുറത്തും ഗേറ്റിൻ്റെ വെളിയിലും നിന്ന് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഇവിടുത്തെ ഡെയിലി ബ്രെഡും അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസും ഇടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാനും ഫാമിലിയും പണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അർഹമായ കൈകളിലെല്ലാം നമുക്ക് ഭക്ഷണം എത്തുന്നത് കാണുന്നതുകൊണ്ട് പിന്നെ അത് കൊടുക്കാതെയായി. അങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് കസിൻ വഴി ഒരാളെ പരിചയപ്പെടുകയും മെഡിക്കൽ കോളേജിൽ നോ ബൈ സ്റ്റാൻഡർ, അതായത് ആരും നോക്കാനില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ റോഡിൽ നിന്ന് അസുഖമായിട്ട് കിടക്കുന്നവരെ എല്ലാം ആൾക്കാർ കൊണ്ടെത്തിക്കുന്ന ഒരു വാർഡുണ്ടായിരുന്നു. അവിടെയുള്ള നേഴ്സുമാരെയൊക്കെ പരിചയപ്പെട്ട് ഭക്ഷണമെല്ലാം അവിടെ കൊടുക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങളും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് സഹായിക്കാനും അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ചെറിയ സംരംഭം തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അനുഗ്രഹങ്ങളും ചെയ്യാൻ സാധിച്ചു. ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. എല്ലാ ദിവസവും മുടക്കമില്ലാതെ കുർബാന കൂടുന്നുണ്ട്. അതോടൊപ്പം ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന, ബാക്കി എല്ലാ കാര്യങ്ങളും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരം, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നാലും ഡെയിലി ബ്രെഡ് കൃത്യമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം അച്ഛൻ വഴി മാതാവ് നമുക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ
ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മനുഷ്യശക്തി പരിമിതമാണ്. യുവാക്കളും ശക്തരായവരും പോലും ജീവിത പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു വീഴാം. എന്നാൽ ഉടമ്പടി മക്കൾ ഉടമ്പടി വിശ്വാസത്തോടെ പാലിക്കുന്നവർക്ക് പുതിയ ശക്തിയാണ് ഈശോയും അമ്മയും നൽകുന്നത്. ഓരോ വചനങ്ങളും ഓരോന്നായിട്ട് നമ്മളോട് പറയുന്ന പോലെയാണ്. പ്രത്യേകിച്ചും ഡെയിലി ബ്രെഡ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഈ 2 കാര്യങ്ങളിലും ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചും ഇവർ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. അതിന് ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ ഇടപെടൽ അഡ്ലിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിൽ അന്ന് കണ്ട 3 യുവാക്കൾ തീച്ചൂളയിൽ എറിയപ്പെടുന്നു. അവർക്ക് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യമാണ് ഈ 3 പേർക്കും ഇന്ന് ആ ജോലി തിരിച്ചു കൊടുത്തത്, പ്രൊമോഷനായിട്ട് കിട്ടിയത്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ഈശോയുടെ ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് ബാക്ക് പെയിൻ്റെ മസിൽ സ്പാം എന്ന അസുഖമായിരുന്നു. ഇവിടെയും ഉടമ്പടി തൈലം മാത്രമാണ് ഉപയോഗിച്ചത്. ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഈ മോന് പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നീട് വൈഫിൻ്റെ കേറ്ററ്റ് എക്സാമും മറ്റു കാര്യങ്ങളുമെല്ലാം ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്ഷീണം വന്നാലും രോഗം വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ പ്രത്യാശ നമുക്ക് ലഭിക്കുകയാണ്. മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമ്മളെ ഉയർത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. കൃപാസനം അമ്മയുടെ സഹായത്തോടെയും ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോഴും നാം ഓടിയാലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഡ്ലൻ വർഗീസിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിനും പ്രത്യേകിച്ചും ഈ പ്രൊമോഷൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജറായിട്ടുള്ള പ്രൊമോഷൻ ലഭിച്ചതിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.